എൻ്റെ കയ്യിലുണ്ട് ആരൊക്കെ എവിടെയൊക്കെ മേടിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഈ വില്ലേജ് ഓഫീസിൽ വില്ലേജ് ഓഫീസർക്ക് കൈക്കൂലി കൊടുത്താൽ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി ആദ്യം കാണുന്നത് നമ്മുടെ സുഹൃത്തിനോട് പറയത്തില്ലേ, അയാൾ എൻ്റെ അടുത്ത് 500 രൂപ മേടിച്ചത്. ഇതാണ് തമിഴ്നാട്ടിൻ്റെ ഒരു തിക്കുമുട്ടുണ്ട്. അവർക്ക് ഇത് പറയാൻ പറ്റിയ ഹോണസ്റ്റ് ആയ ഒരാളെ കണ്ടത് എന്നോടാണ്. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. ഓരോ പൊളിറ്റിക്കൽ ലീഡേഴ്സും എത്ര മേടിച്ചിട്ടുണ്ട്, പൊള്ളാച്ചിയിൽ എത്ര എസ്റ്റേറ്റ് ഉണ്ട്, എത്ര ഏക്കർ ഉണ്ട്, തിരുനെൽവേലിയിൽ എത്രയുണ്ട്, ഈവൻ അമേരിക്കയിൽ എത്ര ഫ്ലാറ്റ് ഉണ്ട്, ഫാം ഹൗസ് ഉണ്ട്, UK എത്ര ഉണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ ഈ രാഷ്ട്രീയക്കാരെ നന്നാക്കാൻ നടക്കുന്ന ആളല്ല കേട്ടോ. നിങ്ങൾ അതൊന്നും ചോദിക്കേണ്ട, ആർക്ക് എന്ത് കിട്ടിയതൊന്നും നിങ്ങൾ ചോദിക്കേണ്ട. ഞാൻ രാഷ്ട്രീയക്കാരെ നന്നാക്കാനോ ഇവിടുത്തെ രാഷ്ട്രീയം നന്നാക്കാനോ ഇവിടെ എന്തുട്ടാണ് ഒരു മാവേലി ഭരണം കൊണ്ടുവരാനോ നടക്കുന്ന ആളൊന്നുമല്ല. എൻ്റെ പ്രശ്നം ലിമിറ്റഡാണ്, മുല്ലപ്പെരിയാറിൽ ലിമിറ്റഡാണ്. ഞാനൊരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് ഇതിലെ അനീതി കണ്ടെത്തി, ഇതിലെ ദുഷ്ലാക്കുകൾ കണ്ടെത്തി, ഇത് സഹിക്കാൻ വയ്യാത്ത ഒരു തിന്മയാണ് ഈ നാട്ടിലെ ജനങ്ങളോടും പ്രകൃതിയോടും ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി ചെറുതായിട്ടുള്ളൊരു പ്രതികരണമേ ഉള്ളൂ. എൻ്റെ പ്രതികരണം മുല്ലപ്പെരിയാർ ഡീകമ്മീഷനിൽ തീരാണ്.